ഹായ് ഫ്രണ്ട്സ്, LCM ആൻഡ് HCF അഥവാ ലസാഗു ആൻഡ് ഉസാഗ എന്ന ടോപ്പിക്കിൽ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 14, 16, 20 സംഖ്യകളുടെ ലസാഗു കാണുക. 4 ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ലസാഗു കാണുക എന്ന് പറഞ്ഞാൽ LCM കാണാനാണ്. ഇവിടെ LCM ഓഫ് 14, 16, 20 എത്രയാണ് വരിക എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഡിവിഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ മൂന്നിലും നമുക്ക് ഡിവിസിബിൾ ആയിട്ട് വരുന്ന ഒരു നമ്പർ ആണ് 2 ആണോ? 2 കൊണ്ട് നമുക്ക് 2ന്റെ ടേബിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ 14 ഉണ്ട്, 16 ഉണ്ട്, 20 ഉണ്ട് ആണല്ലോ. അപ്പോൾ 2 കൊണ്ട് ഇത് മൂന്നിനെ നമുക്ക് ചെയ്യാം. 2 എത്ര ചെയ്യുമ്പോഴാണ് 14 കിട്ടുക? 2 7 ചെയ്യുമ്പോഴാണ്. അതുപോലെ 2 8 ചെയ്യുമ്പോഴല്ലേ 16 കിട്ടുന്നത്? അപ്പോൾ 8. 2 10 ചെയ്യുമ്പോഴല്ലേ 20 കിട്ടുക? അപ്പോൾ 10. ഓക്കെ, ഇനി വീണ്ടും നോക്കുക. ഇവിടെ 7 ഒരു പ്രൈം നമ്പർ ആണ്, പക്ഷെ 8ഉം 10ഉം പ്രൈം ആയിട്ടില്ല. അപ്പോൾ നമുക്ക് പ്രൈം കിട്ടുന്നവരെ എന്ത് ചെയ്യാം? ഈ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇവിടെ 8ഉം 10ഉം 2ൽ ഡിവിസിബിൾ അല്ലേ? അപ്പൊ 2ന്റെ ടേബിളിൽ 8ഉം ഉണ്ട് 10ഉം ഉണ്ട്. അപ്പൊ 2 കൊണ്ട് ചെയ്യാം. 7 അതുപോലെ താഴെ കൊണ്ടുവരിക. 8 ആകുമ്പോൾ എത്ര ടൈംസ് ആ? 2 × 4 ആണ് 8 അല്ലേ? ഇനി 10 ആണെങ്കിലോ 2 × 5 ആണ് 10. ഇവിടെ 7ഉം 5ഉം പ്രൈം ആണ്. ഇനി 4ഉം കൂടി ഉണ്ട്. ആ 4ഉം കൂടി ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 4 നമുക്ക് 2ൽ തന്നെ ചെയ്യാം. അപ്പൊ 7 4 എന്താവും? 2 ആവും അല്ലെ? 2 × 2 ആണ് 4. ഇനി 5 അതുപോലെ തന്നെ കൊടുക്കുക. ഇവിടെ 7, 2, 5 എന്ന് പറയുന്നത് എന്ത് നമ്പേഴ്സാ? പ്രൈം നമ്പേഴ്സ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വെച്ച് ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് എൽ ഷേപ്പിൽ എന്ത് ചെയ്യാം? എടുക്കുക. എൽ ഷേപ്പ് കേട്ടോ. എൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 2 എടുക്കണം, 2 എടുക്കണം, ഈ 2 എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഏതാണ്? 7, 2, 5. ഈ റൗണ്ട് ചെയ്തെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് എടുക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊരു എൽ ഷേപ്പ് ആയില്ലേ? നോക്കിക്കേ, ഇങ്ങനെയല്ലേ നമ്മൾ എൽ എഴുതുന്നത്? എൽ ഷേപ്പ് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പ്രൈം കിട്ടുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് എൽ ഷേപ്പിൽ കിടക്കുന്ന എല്ലാ നമ്പേഴ്സും എടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ 2 × 2 × 2 × 7 × 2 × 5. നമുക്കറിയാലോ 2 × 5 എന്ന് പറഞ്ഞാൽ 10 ആണെന്ന്. ബാക്കിയുള്ളതിന്റെ പ്രോഡക്റ്റ് നോക്കുക. 2 × 2 × 2 8 അല്ലേ? 2 × 2 4 ആണ്. 4 × 2 ചെയ്യുമ്പോൾ 8. 8 × 7 × എന്താണ്? 2 × 5 10. ഇനി 8 × 7 എന്ന് പറയുമ്പോൾ 56 ആണ്. അതേ × 10 ചെയ്യുമ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കുക. ആൻസർ എന്ത് കിട്ടി? 560. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.